ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഗോതമ്പ് ചപ്പാത്തിയാണ്. അത് ഞാൻ ഉരുട്ടി വെച്ചേക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഉരുട്ടി വെച്ചേക്കുന്ന ചപ്പാത്തിയാണിത്. നമ്മൾ ഉരുള ഉരുട്ടി വെച്ച ശേഷം പരത്തുക. അതിന് ഞാൻ ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ഗോതമ്പ് പൊടി, അല്പം ജീരകം, ഉപ്പ് ഇവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീരകം ചേർത്താൽ നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളങ്ങനെ ഉപയോഗിക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചപ്പാത്തിക്ക് ജീരകം ചേർത്താണോ കഴിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് ജീരകം ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നല്ല കൂട്ട് അതുപോലെ ചപ്പാത്തി പരത്തിയെടുക്കണം. പരത്തിയെടുത്ത് കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നു. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. ഇച്ചിരി എണ്ണ അതിൻ്റെ മധ്യത്തിൽ തൂത്ത് കൊടുക്കണം. ഒരു പൊള്ളി മതി, ഇത്തിരിയൊന്നും വേണ്ട. നമുക്കപ്പം കല്ലിൽ ചപ്പാത്തി ചുടുമ്പോൾ എണ്ണ അതിനനുസരിച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. രണ്ടായിട്ടൊന്ന് മടക്കി ഒന്നുകൂടെ മടക്കി വീണ്ടും പരത്തണം. പൊടി തട്ടിയിട്ട് വേണം പരത്താൻ കേട്ടോ. പൊടി തട്ടി പരത്തിയെടുക്കുക. അതുപോലെ കല്ല് നന്നായിട്ട് ചൂടായിട്ട് വേണം ചപ്പാത്തി ചുടാനിടാൻ കേട്ടോ. അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങ് വിറകൊള്ളി പോലെ ആയിപ്പോവും. അതേ കിടന്ന് ചൂട് വേണം നല്ല കൂട്ട്. അതുപോലെ നിങ്ങൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചപ്പാത്തി ഞാൻ ചുടാനിട്ട് കേട്ടാം. നിങ്ങൾ രണ്ട് വശവും ഇങ്ങനെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് നന്നായിട്ട് പൊള്ളി വരുമ്പോൾ അല്പം മയം തൂത്ത് വാങ്ങുക. നല്ല സ്മൂത്താണ് ഈ ചപ്പാത്തി, നല്ല ടേസ്റ്റുമായിരിക്കും. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിയാണ് കേട്ടോ, അല്ലാതെ ആശീർവാദവും ഒന്നും അല്ല. കണ്ടോ, രണ്ട് വശവും നന്നായിട്ട് പൊള്ളി കണ്ടോ. കണ്ടോ, നല്ല ചപ്പാത്തിയല്ലേ. കാണാൻ രസമുള്ള പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രസമാണ്. കണ്ടോ എത്ര സോഫ്റ്റാണ് ആ ചപ്പാത്തികളെന്ന്. കണ്ടോ, അടിപൊളി ചപ്പാത്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ